നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. മഴക്കാലമാണ്. മഴക്കാല രോഗങ്ങൾ നിരവധിയാണ്. കുട്ടികളും മഴക്കാല രോഗങ്ങളും എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈൽഡ് ഹെൽത്തിലെ ഡോക്ടർ തോമസ് പി വർഗീസുമുണ്ട്. പീഡിയാട്രിക്സ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറും കൂടിയാണ് ഡോക്ടർ. ഡോക്ടർ നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം. ഡോക്ടർ, ആദ്യം തന്നെ ചോദിക്കുകയാണ്, മഴക്കാലമാണ്, അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ പൊതുവെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മഴക്കാലം എന്നത് മറ്റ് കാലാവസ്ഥകളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ പടർന്നു പിടിക്കുന്ന സമയമാണ്. അതിന് വിവിധമായ കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് മഴക്കാലം എന്നത് പറയുന്നത് വൈറസുകൾ കൂടുതലായിട്ട് പെരുകുന്ന ഒരു സമയമാണ്. രണ്ടാമത് നമുക്ക് അറിയാവുന്നതുപോലെ വെള്ളപ്പൊക്കവും അമിതമായിട്ട് വെള്ളമുള്ളത് കാരണം ഈ വെള്ളത്തിൽ നിന്ന് പകരുന്ന രോഗമുണ്ട്. അത് വെള്ളത്തിൽ നമ്മൾ കുട്ടികളും വലിയവരും മുതിർന്നവരും ഇറങ്ങുന്നതുകൊണ്ടുണ്ടാകുന്ന ചില രോഗങ്ങളുണ്ട്. മാത്രമല്ല വൃത്തിയില്ലാത്ത വെള്ളം അഥവാ ഭക്ഷണം ഉള്ളിൽ ചെല്ലുന്നുണ്ട്, കഴിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന രോഗങ്ങളുണ്ട്. പിന്നെ ധാരാളമായി കൊതുകുകൾ പെരുകുന്ന സമയമാണ് മഴക്കാലം എന്ന് പറയുന്നത്. അപ്പം ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ഈ മഴക്കാലത്ത് കൂടുതലായിട്ട് അസുഖങ്ങൾ പെരുകുന്നത്. അതും കുട്ടികളിലാണ് കൂടുതലായിട്ട് അസുഖങ്ങൾ പെരുകുന്നത്. കാരണം മുതിർന്നവരെ പോലെ കുട്ടികൾക്ക് അത്രത്തോളം ഈ രോഗപ്രതിരോധത്തെ പറ്റിയുള്ള അറിവുണ്ടാകുകയില്ല. അതുകൊണ്ട് കൂടുതലായിട്ട് അവർ വെള്ളത്തിൽ കളിക്കുകയും അത്ര ശുദ്ധമല്ലാത്ത വെള്ളം കുടിക്കുകയും മാത്രമല്ല മറ്റു കുട്ടികളുമായിട്ടൊക്കെ കൂടുതൽ അടുത്ത് ഇടപഴകുകയും ചെയ്യുന്നതുകൊണ്ട് കുട്ടികളിലാണ് കൂടുതലായിട്ടും ഈ മഴക്കാല രോഗങ്ങൾ കൂടുതലായിട്ട് കാണുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ മഴക്കാലമാണ്, കുട്ടികൾ പൊതുവെ എന്തൊക്കെയാണ് ഈ മുൻകരുതലുകൾ എടുക്കേണ്ടത്? മുൻകരുതൽ ഇപ്പോൾ ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചത് പോലെ തന്നെ പ്രധാനമായിട്ട് നമ്മൾ 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തേത് നമ്മൾ മോശമായ വെള്ളം അഥവാ അല്ലെങ്കിൽ വെള്ളം ഉള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ കൊതുക് പെരുകുന്നതിനെയും കൊതുക് കടിയയിൽ നിന്ന് നമ്മൾ രക്ഷ നേടുക. പിന്നെ മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ കൂടുതലായിട്ട് മറ്റ് അസുഖങ്ങളുള്ള കുട്ടികൾ അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങൾ അല്ലെങ്കിൽ പനി പോലുള്ള അന്തരീക്ഷത്തിൽ കൂടെ അല്ലെങ്കിൽ വായുവിൽ കൂടെ പകരുന്ന അസുഖങ്ങൾ ഉള്ള ആൾക്കാരുമായിട്ട് വളരെ അടുത്ത സമ്പർക്കം പുലർത്താതിരിക്കുക. പുലർത്തിയാൽ തന്നെ അതിന് വേണ്ട മുൻകരുതലുകൾ എടുക്കുക. അതായത് നമ്മളൊരു പണ്ട് കോവിഡ് സമയത്ത് നമ്മൾ ചെയ്തിരുന്ന പോലെ ഒരു 2 മീറ്ററെങ്കിലും നമ്മൾ മറ്റ് അസുഖമുള്ള ആളുമായിട്ടൊരു ദൂരം പാലിക്കുക. പിന്നെ കഴിവുണ്ടെങ്കിൽ നമ്മൾ മാസ്കുകൾ ധരിക്കുക കഴിവുള്ള അവസരങ്ങളിൽ. പിന്നെ കൂടുതലായിട്ട് ആൾക്കാർ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴേ നമ്മൾ മാസ്ക് ധരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ കൈകളുടെ ശുചിത്വം, ഹാൻഡ് ഹൈജീൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഏത് വൈറൽ അസുഖങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ വൃത്തിയില്ലാത്ത കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക ഒക്കെ ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മുഖം, വായ, കണ്ണ് എന്നിവയിലൊക്കെ നമ്മൾ തൊടുന്നുക എന്ന് കൊണ്ടാണ് വൈറൽ അസുഖങ്ങൾ കൂടുതലായിട്ടും വരുന്നത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ മഴക്കാല അസുഖങ്ങളെ നമുക്ക് അകറ്റി നിർത്താൻ സാധിക്കും. ഡോക്ടർ, ഇപ്പോൾ സൂചിപ്പിച്ചായിരുന്നു മഴക്കാല രോഗങ്ങളെ തടയാൻ പറ്റിയ മാർഗങ്ങളെക്കുറിച്ച്. ഇപ്പോൾ പൊതുവായിട്ട് ഈ വേനൽക്കാലത്തിനുപരി മഴക്കാലത്താണ് കൂടുതൽ രോഗങ്ങൾ പടരാനുള്ള സാധ്യത കൂടുതൽ ഉണ്ടാവുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മഴക്കാല രോഗങ്ങൾ എങ്ങനെ നമുക്ക് തടയാൻ വേണ്ടി സാധിക്കും? അതെ, മഴക്കാല രോഗങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് ഇപ്പോൾ ഉള്ള മഴക്കാല രോഗങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തേത് നമ്മൾ കൊതുകിൽ നിന്ന് പകരുന്ന പ്രധാന അസുഖങ്ങളെന്ന് പറയുന്നത് ഒന്നാമത്തെ ഡെങ്കിപ്പനിയാണ്. ഡെങ്കിപ്പനി വളരെ സീരിയസ് ആകാം. മിക്കവാറും ആൾക്കാരിൽ വളരെ ചെറിയ രീതിയിൽ വന്നു പോകുന്ന അസുഖമാണെങ്കിലും നമുക്കൊരു കുറഞ്ഞ ശതമാനം ആൾക്കാരിൽ, വളരെ ചെറിയൊരു ശതമാനം ആൾക്കാരിൽ വളരെ ജീവന് തന്നെ അപകടം സംഭവിക്കാവുന്ന രീതിയിലേക്ക് പോകാവുന്ന ഒരു അസുഖമാണ് ഡെങ്കിപ്പനി. പിന്നെ നമുക്ക് കൊതുകിൽ നിന്ന് പറന്നു പിടിക്കുന്ന അസുഖങ്ങൾ രണ്ടാമത്തേത് മലേറിയയാണ്. മലേറിയ എന്ന അസുഖം നമുക്ക് കേരളത്തിൽ വളരെ കുറവാണെങ്കിലും നമുക്ക് അതിഥി തൊഴിലാളികൾ ധാരാളമായിട്ട് ഉള്ളതുകൊണ്ട് ഈ നോർത്ത് ഇന്ത്യയിലാണ് നമുക്ക് കൂടുതലായിട്ട് ഈ മലേറിയ എന്ന് പറയുന്ന അസുഖം കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അവരെ ഉള്ളത് കൊണ്ട് ഇവർ അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോഴൊക്കെ ഇതിൻ്റെ അണുക്കളെയും വഹിച്ചുകൊണ്ട് വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതിൻ്റെ കൊതുകുകളുടെ എണ്ണം നമുക്കിവിടെ കുറവായതുകൊണ്ട് നമുക്കത് അത്ര വലിയൊരു ഭീഷണി ആയിട്ടില്ലെങ്കിലും മലേറിയ എന്ന് പറയുന്നത് നമുക്ക് മുന്നോട്ട് കേരളത്തിൽ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ്. പിന്നെ നമുക്കുള്ള
ജപ്പാൻ ജ്വരം എന്ന് പറയും, ജാപ്പനീസ് എൻകെഫലൈറ്റിസ് എന്നാണ് പറയുന്നത്. അത് നമുക്ക് ഈ ആലപ്പുഴ, തിരുവനന്തപുരം ആ ഒരു ബെൽറ്റിൽ, ഈ കടലിനോട് ചേർന്നുള്ള ഏരിയയിൽ കൂടുതലായിട്ട് കാണുന്ന ഒരു അസുഖമാണ്. നമ്മളതിന് വാക്സിനേഷനും നമ്മളെ ഗവൺമെൻറ് അതിന് കൊടുക്കുന്നുണ്ട്. ഈ ആലപ്പുഴ ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും അതിൻ്റെ വാക്സിനേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കറിയാം, ഒരു 10 വർഷം മുമ്പ് ഇവിടെ വളരെ അധികം ആൾക്കാരിലേക്ക് പടർന്നു പിടിച്ച ചിക്കൻ ഗുനിയ എന്നൊരു അസുഖമുണ്ട്. അപ്പോൾ ഈ അസുഖവും നമുക്ക് ഈ കൊതുകിൽ കൂടി പകരുന്ന ഒരു അസുഖമാണ്. ഈ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞ ഈ 4 അസുഖങ്ങളാണ് കൊതുകിൽ കൂടി പകരുന്നത്. അപ്പോൾ ഈ കൊതുകിൽ കൂടെ പകരുന്ന അസുഖങ്ങളെ നമുക്ക് അകറ്റി നിർത്തണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഒന്നാമത്തെ കാര്യം കൊതുകുകളുടെ പ്രജനനം, അതായത് കൊതുകുകളിൽ പെറ്റുപെരുകുന്നതിനെ നമ്മൾ തടയാനുള്ള കാര്യങ്ങൾ ചെയ്യണം. രണ്ടാമതായിട്ട് നമുക്ക് കൊതുക് കടിയിൽ നിന്ന് നമുക്ക് സംരക്ഷണം കിട്ടാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും ചെയ്യണം. അപ്പം കൊതുക് കടിയിൽ നിന്ന് കൊതുകിൻ്റെ പ്രജനനം നമ്മൾ നിയന്ത്രിക്കണമെങ്കിൽ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ കൊതുക് വെള്ളത്തിലാണ് മുട്ടയിടുന്നത്. അതായത് ശുദ്ധജലത്തിൽ മുട്ടയിടുന്ന കൊതുകുകളുമുണ്ട്, അത് അഴുക്ക് വെള്ളത്തിൽ മുട്ടയിടുന്ന കൊതുകുകളുമുണ്ട്. അപ്പോൾ ഈ കൊതുകുകളുടെ പ്രജനനം നമ്മൾ നിയന്ത്രിക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥകളെ ഒഴിവാക്കണം. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ വീടിന് ചുറ്റുപാടുമൊക്കെ നമ്മൾ നടന്ന് നോക്കിയാൽ നമുക്കറിയാം, നമ്മൾ ഉപയോഗിച്ച തേങ്ങയുടെ ചിരട്ട, അല്ലെങ്കിൽ നമ്മൾ മാറിയ കാറിൻ്റെയോ ബൈക്കിൻ്റെയോ ടയറുകൾ, അപ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച പൊട്ടിയ പാത്രങ്ങൾ, പൊട്ടിയ കപ്പുകളൊക്കെ നമ്മുടെ പറമ്പിലും പരിസരത്തും ഒക്കെ കാണും. അപ്പോൾ ഇതിലൊക്കെ മഴ പെയ്യുമ്പോൾ വെള്ളം കിടക്കുകയും കൊതുക് വന്നതിൽ മുട്ടയിടുകയും ആ മുട്ട വിരിഞ്ഞ് ധാരാളം കൊതുകുകൾ ഉണ്ടാകുകയും ഈ അസുഖങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുകളും നമ്മളെ വൃത്തിയായി സൂക്ഷിക്കുക. അതായത് വൃത്തി എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥ നമ്മൾ ഒഴിവാക്കുക. പിന്നെ നമ്മുടെ AC-യുടെ വെൻറ്റുകളെ, കൂളറിൻ്റെ വെൻറ്റുകളെ, അങ്ങനെ പിന്നെ നമ്മൾ ഉപയോഗിക്കാത്ത നമ്മുടെ ടാങ്കുകളുണ്ട്, വീടിൻ്റെ മേളിലിരിക്കുന്ന ഓവർഹെഡ് ടാങ്കുകളുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ചിലപ്പോൾ വെള്ളം കെട്ടിക്കിടന്ന് നമ്മൾ ശ്രദ്ധിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ കൊതുകുകൾ വളരുന്നതിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ കൊതുക് കടി കൊള്ളാതിരിക്കാൻ വേണ്ടി നമുക്ക് കൊതുക് വല ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നീളമുള്ള പാൻറ്, ഷർട്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ കൊതുകുകൾ ഉള്ള ആ ഒരു അവസ്ഥയിൽ നമ്മൾ വീടിന് പുറത്തേക്ക് കുട്ടികളെയായിട്ട് പോകാതിരിക്കുക. പിന്നെ നമുക്ക് ഈ കൊതുക് നമ്മൾ ചില ദേഹത്ത് റിപ്പല്ലൻസ് ഉണ്ട്, നമുക്ക് ശരീരത്തിൽ പുരട്ടാവുന്ന ചില ലേപനങ്ങളുണ്ട്, ഓഡമോസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കിട്ടുന്ന പല ലേപനങ്ങളുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ റിപ്പല്ലൻസ് ആണ്. അത് നമുക്ക് വേണമെങ്കിൽ 2 വയസ്സിന് മേലുള്ള പിള്ളേർക്ക് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ചെറിയ പിള്ളേരിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കുകയും ചെയ്യണം. അങ്ങനെയുള്ള ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കൊതുക് കടിയിൽ നിന്ന് രക്ഷപ്പെടാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൊതുക് ജന്യ രോഗങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷ നേടുന്ന ഇതൊക്കെ ചെയ്തുകൊണ്ടാണ്. കൊതുകിൻ്റെ വർധനവിനെ നമ്മൾ തടയുകയും കൊതുക് കടി ഉണ്ടാകാതെ നമ്മൾ തന്നെ നമ്മളെ സൂക്ഷിക്കുകയും ചെയ്യുക എന്നുകൊണ്ടാണ് നമ്മൾ ഈ കൊതുകുജന്യ രോഗങ്ങളിൽ നമ്മൾ രക്ഷ നേടുന്നത്. പിന്നെ രണ്ടാമതായിട്ട് ഉള്ള രോഗം എന്ന് പറയുന്നത് നമ്മൾ വെള്ളത്തിൽ നിന്നുണ്ടാകുന്ന രോഗമാണ്. അപ്പോൾ അതിൽ പ്രധാനമായ രോഗങ്ങളെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് കുട്ടികൾക്ക് കാണുന്നത് വയറിളക്ക രോഗങ്ങളാണ്. ഇപ്പോൾ വയറിളക്കം, അല്ലെങ്കിൽ അതിനോട് കൂടി വയറിളക്കവും ഛർദിയും, അതാണ് നമ്മൾ പ്രധാനമായിട്ട് കാണുന്ന രോഗം. അത് വൈറസിൽ നിന്നോ ബാക്ടീരിയയിൽ നിന്നോ ഒക്കെ തന്നെ വരാം ഈ വയറിളക്ക രോഗങ്ങളെ. അത് കൂടുതലായിട്ട് നമ്മൾ വെള്ളത്തിൽ നിന്ന്, അഴുക്ക് വെള്ളത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈ അണുക്കളുമായിട്ട് നമ്മൾ സമ്പർക്കമുണ്ടായ ഈച്ചകൾ വന്ന് നമ്മുടെ ഭക്ഷണത്തിലോ അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലോ ഒക്കെ ഇരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് വരാം. അപ്പം ഇങ്ങനെയാണ് ഏറ്റവും ഈ വയറിളക്ക രോഗങ്ങൾ പകരുന്നത്. വയറിളക്ക രോഗങ്ങൾ കൂടാതെ നമുക്ക് കേരളത്തിൽ കാണുന്നത് മറ്റൊരു വെള്ളത്തിൽ കൂടെ പകരുന്ന രോഗമാണ് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്. മഞ്ഞപ്പിത്തം പലതരമുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഹെപ്പറ്റൈറ്റിസ് എ, അത് നമ്മൾ കോമൺ ആയിട്ട് വളരെ സാധാരണയായിട്ട് നമ്മൾ മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന ഹെപ്പറ്റൈറ്റിസ് എ, അതൊരു വൈറൽ അസുഖമാണ്. അത് പകരുന്നത് ഈ അഴുക്ക് വെള്ളം നമ്മുടെ ഉള്ളിൽ കുടിക്കുന്നത് കൊണ്ടോ, ചിലപ്പോൾ നമ്മൾ ഈ തിളപ്പിച്ചാറിക്കാത്ത വെള്ളം കുടിക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ അഴുക്ക് വെള്ളം ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഈ ജ്യൂസ് പോലെയുള്ള പദാർത്ഥങ്ങളോ അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ടൊക്കെയാണ് ഈ മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത്. പിന്നെ മൂന്നാമതായിട്ട് ഈ അഴുക്ക് വെള്ളത്തിൽ കൂടെ പകരുന്ന വേറൊരു രോഗമാണ് കോളറ. കോളറ എന്ന് പറയുന്നത് ഒരു ശക്തമായ വയറിളക്കം തന്നെയാണ്. നമ്മൾ വയറിളക്കം സാധാരണ വയറിളക്കത്തിൻ്റെ കൂടെ അല്ല നമ്മൾ പെടുന്നത്. കാരണം അതൊരു നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിലെ വെള്ളം നഷ്ടപ്പെടുന്ന നിർജ്ജലീകരണം എന്ന അവസ്ഥ പെട്ടെന്ന് വരുന്ന ഒരു അവസ്ഥയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ മരണം വരെ സംഭവിക്കാവുന്ന ഒരു കടുത്ത വയറിളക്ക രോഗമാണ് കോളറ എന്ന് പറയുന്നത്. അപ്പോൾ അതും നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് കേരളത്തിൽ തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാറുണ്ട്, വല്ലപ്പോഴും ഒക്കെ എങ്കിലും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് അഴുക്ക് വെള്ളത്തിൽ കൂടി പകരുന്ന അസുഖങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിൽ കൂടെ പകരുന്ന അസുഖങ്ങളെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ
നമ്മുടെ അഴുക്ക് വെള്ളം അല്ലെങ്കിൽ അഴുക്ക് ഭക്ഷണം നമ്മൾ കഴിക്കാനുള്ള അവസരം ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ കുടിക്കുന്ന വെള്ളം എപ്പോഴും നമ്മൾ തിളപ്പിച്ചാർച്ച വെള്ളം തന്നെ വേണം നമ്മൾ കുടിക്കാൻ. ഇപ്പം നമ്മൾ ചിലപ്പോൾ ചെയ്യുന്നതിന് തിളപ്പിച്ചാർത്ത വെള്ളത്തിലേക്ക് നമ്മൾ ചിലപ്പോൾ കുറച്ച് വെള്ളം തണുത്ത വെള്ളം അധികമായിട്ട് ഒഴിച്ച് നമ്മളതിനെ തണുപ്പിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ഫലം ചിലപ്പോൾ ഈ തിളപ്പിച്ചാർച്ച വെള്ളം കുടിക്കുന്നതുകൊണ്ട് നമുക്ക് ലഭിക്കില്ല. അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് തിളപ്പിച്ച് അതിനെ ആറിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളമാണ് ഒന്നാമത്തെ. രണ്ടാമതായിട്ട് നമ്മൾ മഴക്കാലത്ത് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഈ അഴുക്ക് വെള്ളം നമ്മുടെ അതായത് നല്ലതല്ലാത്ത ചീത്ത വെള്ളം നമ്മുടെ ഉള്ളിൽ കയറുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ വഴി സൈഡിലൊക്കെ ഒഴിച്ച് നമ്മൾ വളരെ വൃത്തിയില്ലാതെ ഉണ്ടാക്കുന്ന തരം ജ്യൂസുകൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇങ്ങനെയുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ ഈച്ച വന്ന് ഇരിക്കാൻ സാധ്യതയുള്ള തുറന്നു വെച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, ജ്യൂസുകൾ, ഇതൊക്കെ നമ്മൾ കുടിക്കുന്നത് കൊണ്ട് ആണ് നമുക്ക് പ്രധാനമായിട്ടും ഇങ്ങനത്തെ ഈ അസുഖങ്ങളൊക്കെ പ്രധാനമായിട്ടും വരുന്നത്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് ഇത് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മൾ തിളപ്പിച്ചാർച്ച വെള്ളം ഉപയോഗിക്കുക. പിന്നെ നമുക്ക് വളരെ വ്യക്തമായും ഇത് വൃത്തിയുള്ളതാണെന്ന് അറിയുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാത്രം നമ്മൾ വെള്ളം ഉപയോഗിക്കുക. ഇങ്ങനെ മഞ്ഞപ്പിത്തവും കോളറയൊക്കെ പടർന്നു പിടിച്ചുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ ആ ഭാഗത്തു നിന്നോ ആ സ്ഥലങ്ങളിൽ നിന്നോ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനത്തെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതെങ്കിലും കാരണവശാൽ തിളപ്പിക്കാത്തതോ ആയിട്ടുള്ള പദാർത്ഥങ്ങൾ, ചൂടില്ലാത്തതായ പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. അങ്ങനെയുള്ള രീതിയിൽ കൂടിയൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ഈ ഇങ്ങനത്തെ അസുഖങ്ങളെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്നത്. മൂന്നാമത്തെ അസുഖം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ അന്തരീക്ഷത്തിൽ കൂടി, അതായത് വായുവിൽ കൂടി പകരുന്ന അസുഖമാണ്. അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. കാരണം ഈ മഴക്കാലം എന്ന് പറയുമ്പോഴേ വൈറസുകൾ വളരെ അധികമായിട്ടിത് കൂടുതലായിട്ടിത് ഉണ്ടാകുന്ന ഒരു സമയമാണ്. കൂടുതൽ എണ്ണം വൈറസുകൾ, പലതരം വൈറസുകൾ നമ്മുടെ അന്തരീക്ഷത്തിൽ കൂടുതലായിട്ടുണ്ടാവും. അപ്പം ഈ വൈറസുകൾ സാധാരണയായിട്ട് പകരുന്നത് അന്തരീക്ഷത്തിൽ കൂടെയാണ്. അതായത് കൂടുതലായിട്ട് നമുക്കിപ്പോൾ പനിയോ അല്ലെങ്കിൽ അതുപോലെ ഒരു അസുഖമുള്ള ഒരു ആളിൽ നിന്നാണ് മറ്റാൾക്ക് സാധാരണ ഇത് ലഭിക്കുന്നത്. അപ്പം കുട്ടികൾക്കാണ് ഇത് കൂടുതലായിട്ട് വരുന്നത്. എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഇത് പിള്ളേർ കൂടുതലായിട്ട് സ്കൂളിൽ പോകുന്നു, മറ്റു കുട്ടികളായിട്ട് കൂടുതലായിട്ട് അടുത്ത് ഇടപഴകുന്നു. അപ്പം ഈ ജലദോഷവും പനിയുള്ള കുട്ടികളിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഈ മറ്റു കുട്ടികൾക്ക് ഇത് പകരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് അറിയാം പല സ്കൂളുകളിലും ധാരാളം കുട്ടികൾ ഈ വൈറൽ ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് സ്കൂളിൽ വരാതിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അതിൽ ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ ഈ കോണ്ടാക്ട്, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇത് തമ്മിലുള്ള കോണ്ടാക്ട്, ഈ അസുഖമുള്ള ആൾക്കാർ അസുഖമില്ലാത്ത ആൾക്കാരുമായിട്ടുള്ള കോണ്ടാക്ട് നമ്മൾ കുറയ്ക്കണം. അപ്പം അതിന് ചെയ്യാൻ പറ്റുന്നത് ഈ പനിയുള്ള കുട്ടികൾ കഴിവുണ്ടെങ്കിൽ നമ്മൾ സ്കൂളിൽ വിടാതിരിക്കുക. അത് ടീച്ചർമാരും അത് ശ്രദ്ധിക്കണം, നമ്മുടെ പേരൻസ് മാതാപിതാക്കളും അത് ശ്രദ്ധിക്കണം. കാരണം പനിയുള്ള കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായും മറ്റു കുട്ടികളുമായിട്ട് അടുത്ത് ഇടപഴകും. പിന്നെ മാത്രമല്ല അവർ ഒരേ ക്ലാസ്സിലിരുന്നാണ് അവർ വളരെ അടുത്തിരുന്നാണ് അവർ പഠിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അന്തരീക്ഷത്തിൽ കൂടെ അവർ ചുമയ്ക്കുന്നത് വഴി, അവർ തുമ്മുന്നത് വഴി ഒക്കെ തീർച്ചയായിട്ടും മറ്റു കുട്ടികൾക്ക് ഈ അസുഖം പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത് ഒരു ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് വന്നാൽ തീർച്ചയായിട്ടും മറ്റു കുട്ടികൾക്കും ഈ അസുഖം വരും. അപ്പം അതൊരു പ്രധാന കാര്യമാണ്. അത് നമുക്കത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രധാന കാര്യം, അസുഖമുള്ള കുട്ടികൾ തീർച്ചയായിട്ടും ക്ലാസ്സിലോ സ്കൂളിലോ പോകാതിരിക്കുക. അത് ടീച്ചേഴ്സും അത് മാതാപിതാക്കളും അത് ശ്രദ്ധിക്കുക. രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ, ഇപ്പം അങ്ങനെ നമുക്കത് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു മാസ്ക് വെക്കുക. കാരണം ഇത് അന്തരീക്ഷത്തിൽ കൂടെ നമ്മുടെ മൂക്കിൽ കൂടെയും വായിൽ കൂടെയും അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ കൂടെയൊക്കെയാണ് ഇങ്ങനത്തെ അസുഖങ്ങൾ കൂടുതലായിട്ടും നമുക്ക് പകരുന്നത്. അങ്ങനത്തെ അസുഖങ്ങൾ അതിൽ പ്രധാനമായിട്ടും നമ്മുടെ കോമൺ കോൾഡാണ്. സാധാരണ നമുക്ക് വരുന്ന പനി, ജലദോഷമാണ് കോമൺ ആയിട്ടുള്ളത്. പിന്നെ അതുകൂടാതെ അന്തരീക്ഷത്തിൽ പകരുന്നത് നമുക്ക് അറിയാം, കോവിഡ്, ഇങ്ങനത്തെ അസുഖങ്ങളാണ് നമുക്ക് കൂടുതലായിട്ട് പകരുന്നത്. അപ്പം നമുക്ക് ചെയ്യാവുന്നത് ഇതുപോലെ നമ്മൾ കോണ്ടാക്റ്റ് വരാതെ നോക്കുക. രണ്ടാമത്തേത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മാസ്ക്, ഒഴിവാക്കാൻ പറ്റാത്ത അവസരങ്ങളാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മാസ്ക് ഉപയോഗിക്കുക. പിന്നെ മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഡെഫിനറ്റ്ലി നമ്മൾ കോവിഡ് സമയത്തൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പോലെ നമ്മുടെ കൈകളുടെ ശുചിത്വം, ഹാൻഡ് ഹൈജീൻ, അത് നമ്മൾ ഒരു 20 സെക്കൻഡെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ സോപ്പിട്ട് കഴിയ ശേഷം മാത്രം ഭക്ഷണ പദാർത്ഥങ്ങളിൽ നമ്മൾ കഴിക്കുക. പിന്നെ നമ്മൾ കണ്ണിലും അനാവശ്യമായിട്ട് നമ്മുടെ കണ്ണിലും മൂക്കിലും വായിലും ഒക്കെ അനാവശ്യമായിട്ട് നമ്മൾ കൈകൊണ്ട് സ്പർശിക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനത്തെ അന്തരീക്ഷത്തിൽ കൂടെ പകരുന്ന രോഗങ്ങൾ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് തടയാൻ പറ്റും. ഡോക്ടർ തിരികെ വരുമ്പോൾ നമ്മൾ നേരത്തെ ഡെങ്കിപ്പനിയെ കുറിച്ച് സൂചിപ്പിച്ചായിരുന്നു. ഡോക്ടർ നേരത്തെ ഡെങ്കിപ്പനി പലതരത്തിൽ അസുഖങ്ങൾ ബാധിക്കുമെന്ന രീതിയിൽ സൂചിപ്പിച്ചായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എലിപ്പനി കുട്ടികളെ എത്രത്തോളം ബാധിക്കുന്നു, മറ്റേതെല്ലാം പകർച്ചവ്യാധികൾ കരുതിയിരിക്കേണ്ടതുണ്ട്?
എലിപ്പനി എന്ന് പറയുന്നത് നമ്മൾ ഡെങ്കിപ്പനി പോലെ തന്നെ വളരെ സീരിയസ് ആയിട്ട് തീർച്ചയായിട്ടും സീരിയസ് ആയിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് ഈ എലിപ്പനി എന്ന് പറയുന്നത്. എലിപ്പനി ഒരു തരം ബാക്ടീരിയയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പം ഈ എലിപ്പനി നമ്മൾ ഈ അഴുക്ക് വെള്ളം കുടിക്കുന്നതുകൊണ്ടോ മറ്റോ ഉണ്ടാകുന്ന ഒരു അസുഖമല്ല. നമ്മുടെ മുറിവുള്ള കാലുകളോ മറ്റോ ഈ എലി മൂത്രം ഒഴിച്ച വെള്ളക്കെട്ടുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പിള്ളേർ, നമ്മളിപ്പോൾ വെള്ളം കെട്ടിക്കിടന്ന സ്ഥലത്ത് പിള്ളേർ അല്ലെങ്കിൽ മുതിർന്നവർ ഇറങ്ങുന്നു, അല്ലെങ്കിൽ വെള്ളപ്പൊക്കമുള്ള സ്ഥലത്ത് ഇവർ വീട്ടിൽ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ വെള്ളത്തിൽ കൂടെ ആയിരിക്കും നടന്നു പോകുന്നു. അപ്പോൾ ഈ എലി ഈ വെള്ളത്തിൽ മൂത്രം ഒഴിച്ച് വെക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ എലിയുടെ മൂത്രത്തിൽ കൂടെയാണ് ഈ നമ്മുടെ എലിപ്പനിയുടെ അണുക്കൾ, ബാക്ടീരിയ നമ്മുടെ ഈ വെള്ളത്തിൽ വരുന്നത്. അപ്പം നമ്മുടെ കാലിലോ മറ്റോ എന്തെങ്കിലും മുറിവുണ്ടെങ്കിൽ, കാലിലോ നമ്മളിപ്പോൾ കൈ മുക്കുകയാണെങ്കിൽ കയ്യിലോ മറ്റോ എന്തെങ്കിലും മുറിവുണ്ടെങ്കിൽ ഈ മറിവിൽ കൂടെ ഈ അണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുകയും ഇത് ഒരു എലിപ്പനി എന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടാകുകയും ചെയ്യും. എലിപ്പനി എന്ന് പറയുമ്പോഴേ നമ്മുടെ സാധാരണ പനിയിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ എലിപ്പനി ഒരു പനിയുടെ ഒപ്പം തന്നെ വളരെ ശക്തിയായ മസിൽ പെയിൻ, അതായത് നമ്മുടെ പേശികൾക്കൊക്കെ ശക്തിയായ വേദന വരുന്ന ഒരു തരം അസുഖമാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ലക്ഷണം. ശക്തിയായ പേശിവേദന, പിന്നെ ജോയിൻറ്റുകൾ സന്ധികൾക്കൊക്കെ വേദന വരാം. പിന്നെ ഇത് പ്രധാനമായിട്ട് കിഡ്നിയെയും ലിവറിനെയും കരളിനെയും ബാധിക്കുന്ന ഒരു അസുഖമാണ് ഈ എലിപ്പനി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കണ്ണിൽ മഞ്ഞപ്പിത്തത്തിൻ്റെ തുടക്കം ചിലപ്പോൾ വന്നേക്കാം. പിന്നെ മൂത്രം പോകുന്നത് കുറയുക, അപ്പോൾ അതായത് കിഡ്നിയുടെ ഫെയിലുവർ, അതായത് നമ്മുടെ കിഡ്നി തകരാറിലേക്കും ലിവർ ഫെയിലുവറിലേക്കും പോവുകയും അവസാനം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖമാണ് ഈ ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്നത്, അഥവാ നമ്മൾ എലിപ്പനി എന്ന് പറയുന്നത്. അപ്പോൾ എലിപ്പനി ഈ എലിയിൽ നിന്നാണ് പകരുന്നതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്നത് എലിയുടെ നിയന്ത്രണം ഒരു പ്രധാന സംഗതിയാണ്. അതായത് നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ പരിസരത്തൊക്കെ നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ വിതറുകയും ഒക്കെ ചെയ്താൽ എലികൾ പെറ്റുപെരുകയും അവിടെ എലികൾ സ്ഥിരം താവളമാക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ മഴക്കാലം വരിക, അല്ലെങ്കിൽ നമ്മുടെ പരിസരത്ത് വെള്ളപ്പൊക്കത്തിൽ നമ്മുടെ പരിസരം വെള്ളത്തിൽ മുങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ എലിയുടെ പൊത്തുകളിലേക്ക്, അല്ലെങ്കിൽ എലി താമസിക്കുന്ന പൊത്തുകളിലേക്കൊക്കെ വെള്ളം കയറുകയും ഈ അണുക്കൾ നമ്മുടെ ചുറ്റുപാടും, വീടിന് ചുറ്റുപാടും അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഇത് വരികയും നമ്മൾ ഇങ്ങനെ ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്യുമ്പം ചിലപ്പോൾ വെള്ളപ്പൊക്കം വരുമ്പോൾ ചിലപ്പോൾ ഇറങ്ങി നടക്കേണ്ടതായിട്ട് വരും. താന്ന സ്ഥലത്ത് വീടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ചിലപ്പോൾ ഈ വെള്ളക്കെട്ടിൽ കൂടെയൊക്കെ ഇറങ്ങി നടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നല്ല സാധ്യതയാണ് ഇങ്ങനെ വരാൻ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമതായിട്ട് എലിയുടെ എണ്ണം പെരുകാതെ നോക്കുക. നമ്മുടെ ചുറ്റുപാടും എലികൾ താമസം ഉറപ്പിക്കുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് ഭക്ഷണ സാധനങ്ങൾ വെറുതെ വലിച്ചെറിയുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്കത് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ വെള്ളക്കെട്ടിൽ കൂടെ കഴിവുണ്ടെങ്കിൽ നമ്മൾ അത് വെള്ളക്കെട്ടിലൂടെ ഇറങ്ങി നടക്കാതിരിക്കുക. ഇനിയിപ്പോൾ ഏതെങ്കിലും കാരണവശാൽ നമ്മൾ വെള്ളക്കെട്ടിലൂടെ ഇറങ്ങി നടക്കേണ്ട വരികയാണ്, നമുക്ക് നീളമുള്ള ഈ റബ്ബർ ബൂട്ടുകളൊക്കെയുള്ള പോലെ സാധനങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ തീർച്ചയായിട്ടും എന്തെങ്കിലും കാലിലൊക്കെ മുറിവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് വെള്ളക്കെട്ടിൽ ഇറങ്ങുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഏതെങ്കിലും കാരണവശാൽ നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഹെൽത്ത് സെൻ്ററുകളിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി നമ്മൾ ഈ വെള്ളക്കെട്ടിലൊക്കെ ഇറങ്ങുന്ന ഒരാളാണ്, ഇറങ്ങിപ്പോയി, അല്ലെങ്കിൽ നമ്മുടെ വളരെ അടുത്ത് ആ ഈ സ്ഥലത്തൊക്കെ ഈ ലെപ്റ്റോസ്പൈറ അഥവാ എലിപ്പനി ഉണ്ടെങ്കിൽ നമുക്ക് അത് തടയാൻ വേണ്ടിയുള്ള ഗുളികകളുണ്ട്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഹെൽത്ത് സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അതിനു വേണ്ടിയുള്ള ഗുളികകൾ നമുക്ക് ലഭിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ എലിപ്പനിയെ നമ്മൾ തടയുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ മഴക്കാലത്ത് അലർജി, ആസ്മ തുടങ്ങിയ രോഗങ്ങളുള്ള കുട്ടികൾ ഉണ്ടാവാറുണ്ട്. ആ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികൾ പരം മുതിർന്നവരായാലും ഈ മഴക്കാലങ്ങളിൽ അലർജി അടക്കമുള്ള രോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ കൂടുതലായി അലർജി, ആസ്മ എന്ന് അതെ തീർച്ചയായും അലർജി, ആസ്മ പോലെയുള്ള അലർജിക് അസുഖങ്ങളും കൂടുതലായിട്ട് വരുന്ന ഒരു സമയമാണ് നമ്മുടെ ഈ മഴക്കാലം എന്ന് പറയുന്നത്. അത് ഈ അലർജി, ആസ്മ എന്ന് പറയുന്നത് ഒരു പ്രത്യേകിച്ച് ഒരു വൈറസിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ബാക്ടീരിയയിൽ നിന്നോ ഒന്നും മരുന്നാവണമെന്നില്ല. പക്ഷേ ഇതൊക്കെ ഈ വൈറൽ ഇൻഫെക്ഷനൊക്കെ ചിലപ്പോൾ ഈ അലർജി പുറത്തേക്ക് വരാൻ കാരണവും ചില വൈറൽ ഇൻഫെക്ഷൻ. അപ്പം സാധാരണയായിട്ട് നമ്മൾ ഈ അലർജി, ആസ്മയുള്ള കുട്ടികളൊക്കെ ചിലപ്പോൾ ഒരു ചെറിയ ജലദോഷം, ഒരു ചെറിയ മൂക്കലിപ്പൊക്കെ ആയിട്ടാണ് സാധാരണ ഇവരുടെ അസുഖം തുടങ്ങുന്നത്. ഒരു വൈറൽ ഒരു അസുഖം വന്നു കഴിയുമ്പോഴത്തേക്ക്, ഒരു ജലദോഷമൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ വൈറൽ അസുഖമുള്ള കുട്ടികളിൽ പെട്ടെന്നായിട്ട് ഈ അലർജി കൂടുതലായിട്ട് വരികയും, ഇപ്പം അലർജി ഉള്ള കുട്ടികൾ സാധാരണയായിട്ട് അവർക്ക് ശക്തിയായ ചുമ, ശ്വാസം മുട്ടൽ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പം പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഇതിൻ്റെ കാലാവസ്ഥയും വളരെ പ്രധാനമാണ്. അപ്പം വേനൽക്കാലത്തേക്ക് കൂടുതലും നമുക്ക് അലർജി പുറത്തേക്ക് വരുന്നത് ചിലപ്പോൾ ഈ തണുപ്പ് സമയത്ത് അല്ലെങ്കിൽ മഴക്കാലത്തൊക്കെയാണ്.
പിന്നെ അലർജി വരുന്നത് ചില പ്രത്യേകതരം നമ്മുടെ അന്തരീക്ഷത്തിൽ ചില ചെടികളുടെ സ്പോറുകളൊക്കെ ഉണ്ട്, അലർജൻസ് എന്ന് പറയും. അതായത് അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കൾ ചിലപ്പം ഈ അന്തരീക്ഷത്തിൽ കൂടുതലായിട്ട് വരും. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ പ്രധാന ഇതുകൊണ്ടാണ് ഈ ഒരു പ്രത്യേക ക്ലൈമറ്റിൽ അലർജി കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കതിൽ ചെയ്യാൻ പറ്റുന്നത് കൂടുതലായിട്ട് നമ്മൾ ഈ വൈറൽ ഇൻഫെക്ഷൻ, അതായത് അന്തരീക്ഷത്തിൽ കൂടെ പകരുന്ന വൈറൽ ഇൻഫെക്ഷനാണ് സാധാരണയായിട്ട് ഇതിനെ ഈ തുടക്കം ഇടുന്നത്, ഈ അലർജി പുറത്തേക്ക് വരുന്നതിനെ തുടക്കം ഇടുന്നത്. അപ്പം നമ്മൾ ഈ അലർജിക് അസുഖങ്ങൾ, ഈ വൈറൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അസുഖമുള്ള പിള്ളേരുമായിട്ട് കോൺടാക്റ്റ് വരാതെ നോക്കുക. കോൺടാക്ട് വരുന്നുണ്ടെങ്കിൽ കഴിവ് നമ്മൾ മാസ്ക് ഉപയോഗിക്കുക. മാസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരാൾക്ക് അസുഖം ഉണ്ടെങ്കിൽ വൈറൽ അസുഖം ഉണ്ടെങ്കിൽ. പ്രേക്ഷകയുണ്ട് ആശാ വിനോദ് തിരുവനന്തപുരത്ത് നിന്ന്. ഡോക്ടർ കേൾക്കാമോ? നമസ്കാരം സാർ, ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ്. എന്റെ ചെറുമോൾക്ക് ഇപ്പം ഇൻഫ്ലുവൻസ എ പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ കണ്ടത്. സാർ ഇത് എന്തുകൊണ്ടാണ് സാർ ഇതിങ്ങനെ വരുന്നത്? ഓ ശരി. ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത് നമ്മൾ അന്തരീക്ഷത്തിൽ കൂടെ വരുന്ന ഒരുതരം വൈറസാണ്, വൈറൽ ഇൻഫെക്ഷൻ തന്നെയാണ്. ഞാനിപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞല്ലോ ഇതുപോലെ കോമൺ കോൾഡ്. അപ്പോൾ അങ്ങനെ പലതരം വൈറസുകളാണ് നമുക്ക് ഈ അന്തരീക്ഷത്തിൽ കൂടെ നമുക്ക് പകർന്ന്, അത് ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത് നമുക്ക് പനി ഉണ്ടാക്കാം, തൊണ്ടവേദന ഉണ്ടാക്കാം, മൂക്കൊലിപ്പ് ഉണ്ടാക്കാം, ചുമയുണ്ടാക്കാം. കൂടുതലായിട്ട് വന്ന നമുക്ക് ന്യൂമോണിയയും അത് കുറച്ചുകൂടെ അതൊരു സങ്കീർണമായ രീതിയിലേക്ക് പോകുന്ന അവസ്ഥയിലൊക്കെ ചിലപ്പോൾ വരാം. അതും ചുരുക്കം ആൾക്കാർക്കാണ് വരുന്നത്. എങ്കിലും ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട അസുഖമാണ്, അത് അന്തരീക്ഷത്തിൽ കൂടെ പകരുന്ന അസുഖമാണ്. അപ്പം നമുക്ക് ഈ ഇൻഫ്ലുവൻസ വരുന്നതും നമുക്ക് തടയാൻ പറ്റുന്ന ഇതുപോലൊക്കെ തന്നെയാണ്. കോണ്ടാക്റ്റ് പ്രിവെൻറ്റ് ചെയ്യുക, പിന്നെ മാസ്കുകൾ നമ്മൾ കഴിവതും ധരിക്കുക. നമ്മളൊരു ആൾക്കൂട്ടമുള്ള ക്രൗഡിലേക്ക് പോകുമ്പോൾ നമുക്ക് മാസ്കുകൾ ധരിക്കുക. കൈയുടെ ശുചിത്വം, നമ്മൾ ഹാൻഡ് ഹൈജീൻ നമ്മൾ പാലിക്കുക. അപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ പിള്ളേർ ഓടി വന്നിട്ട് കുട്ടികളുമായിട്ടൊക്കെ വളരെ ഇടപെട്ടിട്ട് വന്നിട്ട് ഓടി വന്നിട്ട് ഭക്ഷണ സാധനങ്ങൾ കഴിക്കുക, കൈ കഴുകാതെ കഴിക്കുക. ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് കൂടുതൽ നമ്മൾ ഈ ഇൻഫ്ലുവൻസ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഇൻഫ്ലുവൻസ പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് കൂടുതൽ ഇതൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് വാക്സിനേഷൻ അവൈലബിൾ ആണ്, ഇൻഫ്ലുവൻസയുടെ വാക്സിൻ നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ സാധാരണയായിട്ട് നമ്മൾ കൊടുക്കുന്ന നിർബന്ധമായിട്ടും എടുക്കേണ്ട വാക്സിൻ്റെ ലിസ്റ്റിൽ അതില്ല, ഇൻഫ്ലുവൻസ വാക്സിൻ ഇല്ല. പക്ഷേ തീർച്ചയായിട്ടും നമുക്ക് ഇൻഫ്ലുവൻസ വാക്സിൻ നമുക്ക് ചോദിച്ചത് വാങ്ങിച്ചെടുക്കുന്നത് വളരെ നല്ലതാണ്. അത് പല രീതിയിലാണ്, അത് നമുക്ക് മിക്കവാറും ഒരു ഇയർലി എടുക്കേണ്ട വാക്സിൻ, അതായത് എല്ലാ വർഷവും നമുക്ക് ഈ ഇൻഫ്ലുവൻസ പടർന്ന് പിടിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു സമയത്ത് മാസങ്ങളിൽ നമ്മൾ എടുക്കേണ്ട വാക്സിനാണ് ഇൻഫ്ലുവൻസ വാക്സിൻ. അത് തീർച്ചയായിട്ടും എല്ലാവരും എടുക്കുന്നത് നല്ലതാണ്. മാത്രമല്ല തീർച്ചയായിട്ടും എപ്പോഴും ഇൻഫെക്ഷൻ, ചില കുട്ടികൾക്ക് എപ്പോഴും അണുക്കൾ വരും, ചിലർക്ക് ഈ അണുബാധ വന്നുകൊണ്ടേയിരിക്കും. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർക്ക്, ചില കുട്ടികൾക്ക് അങ്ങനെയുണ്ട്, പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഈ അണുക്കൾ വൈറൽ ഇൻഫെക്ഷൻ പെട്ടെന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഈ അലർജി ആസ്മയൊക്കെ ഉള്ള ഒരു ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കുന്നത് നല്ലതാണ്. കാരണം അവർക്കൊരു ഇങ്ങനെ അവരുമായിട്ടൊരു കോണ്ടാക്ട് വന്നാലും ചിലപ്പോൾ ഈ അസുഖം വരാതിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വൈറസ് ഉണ്ടായിട്ട് അതിൽ നിന്ന് പിന്നെ വരുന്ന ഒരു അലർജി ഉണ്ടല്ലോ, അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പല രീതിയിലുള്ള ഹാർട്ടിന് തകരാറുള്ള കുട്ടികളെ, ലങ്സിന് തകരാറുള്ള കുട്ടികളെ, ഇമ്മ്യൂണിറ്റി അതർവൈസ് കുറവായിട്ടുള്ള മറ്റു കാരണങ്ങൾ കുറവായിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നല്ലതാണ്. പിന്നെ ഇൻഫ്ലുവൻസ വന്നു കഴിഞ്ഞാൽ നമ്മൾ അമിതമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. വളരെ ചുരുക്കം ആൾക്കാർക്കാണ് ഇത് വളരെ സീരിയസ് ആയിട്ട് വരുന്നത്. നമ്മൾ സാധാരണ വൈറൽ പനി ചികിത്സിക്കുന്ന പോലെ നമുക്ക് അതിന് പ്രത്യേക മരുന്നുണ്ട്, സിറപ്പുണ്ട്, അല്ലെങ്കിൽ ഗുളികകളുണ്ട്, ഇൻഫ്ലുവൻസയ്ക്ക് വേണ്ടി നമുക്ക് കൊടുക്കാം. പിന്നെ പനിക്കുള്ള മരുന്ന്, നമ്മൾ ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, അതായത് നമ്മുടെ നിർജ്ജലീകരണം ഉണ്ടാകുക, നമ്മളുടെ ആവശ്യത്തിന് വെള്ളം എടുക്കുക, ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുക, വീട്ടിൽ തന്നെ നമ്മൾ കഴിവതും മറ്റുള്ളവർക്ക് വരാതിരിക്കാൻ വീട്ടിൽ തന്നെ കഴിയുക, ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ശ്വാസമുട്ടലോ അല്ലെങ്കിൽ കുട്ടിക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരിക, ക്ഷീണം വരിക, ഭക്ഷണം കഴിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വേഗം തന്നെ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ശിശുരോഗ വിദഗ്ധനുമായിട്ട് അതിൻ്റെ അടുത്ത് പോവുകയും അതിന് വേണ്ട ചികിത്സ എടുക്കുകയും ചെയ്യുക. ഇതാണ് നമുക്ക് ഇൻഫ്ലുവൻസയ്ക്ക് ചെയ്യാനായിട്ട്. അത് സീസണലാണ്, അതായത് ഈ ഒരു സമയത്ത് ഇൻഫ്ലുവൻസ അങ്ങ് ഉണ്ടാവും, സീസണൽ ഡിസീസാണ്, ഇതൊരു വൈറൽ അസുഖം. ഡോക്ടർ ആശയ്ക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഡോക്ടർ അതുപോലെ തന്നെ പലപ്പോഴായി പനിയും ചുമയും ഒക്കെ വന്നാൽ വിട്ടുമാറാതെ നിൽക്കാറുണ്ട്, അതെന്തുകൊണ്ടാണ്? പനിയും ചുമയും നമ്മൾ വിട്ടുമാറാത്തത് പ്രധാനമായിട്ടും ഈ പനിയും ചുമയും പല പ്രാവശ്യം വരുന്ന എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് പല വൈറൽ അസുഖങ്ങൾ കൊണ്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ ചില കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് മാസത്തിൽ 1-2 പ്രാവശ്യം വരുമെന്ന് പറയും. പിന്നെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, കുഞ്ഞു പിള്ളേർക്ക് ഒരു വർഷത്തിൽ പലതവണ അസുഖം വരിക എന്ന് പറഞ്ഞാൽ വളരെ സാധാരണമായ കാര്യമാണ്, അതൊരു കോമൺ ആയിട്ടുള്ള കാര്യമാണ്. വർഷത്തിൽ അത് പ്രായം അനുസരിച്ച് നമ്മൾ മാറും, അത് എത്ര പ്രാവശ്യം
ഒരു വൈറൽ ഇൻഫെക്ഷൻ ഒരു വർഷം ഒരു കുട്ടിക്ക് വരാവുന്ന ഓരോ പ്രായം അനുസരിച്ച് നമുക്കൊരു വ്യത്യാസമുണ്ട്. പക്ഷേ പലതവണ നമുക്ക് വൈറൽ ഇൻഫെക്ഷൻ വരിക എന്ന് പറയുന്നത് മിക്കവാറും കുട്ടികളിൽ അത് സാധാരണയായിട്ടുള്ളൊരു കാരണമാണ്. പിന്നെ അലർജി കൊണ്ട് ഇതുപോലെ റിക്കറൻ്റ് ആയിട്ടുള്ള അസുഖം നമുക്ക് ഇൻഫെക്ഷൻ വരാം, അലർജി ഉള്ളവർക്ക് വരാം. അപ്പം തീർച്ചയായിട്ടും ഇതുകൊണ്ടാണ് സ്കൂളിൽ പോയി ഇവർ വളരെ അടുത്ത് ഇടപഴകുന്നത് കൊണ്ടൊക്കെയാണ് തീർച്ചയായിട്ടും വരുന്നത്. പിന്നെ ചില കുട്ടികൾക്ക് അവരുടെ ശരീരത്തിൻ്റെ പ്രത്യേകത കൊണ്ട്, ഇമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത കൊണ്ടൊക്കെ ചിലർക്ക് കൂടുതലായിട്ട് അസുഖങ്ങൾ വരുന്നു, ചില കുട്ടികൾക്ക് അത്രയും അങ്ങോട്ട് അസുഖം വരുന്നില്ല. അപ്പോൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാവുന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുക കൂടുതലായിട്ട്. ഒരു പരിധി ഹലോ ഡോക്ടറിന്റെ സമയം ഇവിടെ പൂർണ്ണമാകാൻ പോവുകയാണ്. കുട്ടികളും മഴക്കാല രോഗങ്ങളും എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ എന്ന് സംസാരിച്ചത്. സംശയങ്ങൾക്ക് മറുപടി നൽകിയത് കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈൽഡ് ഹെൽത്തിലെ ഡോക്ടർ പി വർഗീസ് ആണ്. നന്ദി ഡോക്ടർ. ഹലോ ഡോക്ടർ ഇവിടെ പൂർണ്ണമാകുന്നു.